പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണ്? നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ആദ്യം നമുക്ക് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എടുക്കാം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാണിച്ചു നൽകുക. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് കെഡിമി മദ്രീനോസ്, പ്രപഞ്ചശക്തി നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, ആദ്യം തന്നെ നിങ്ങളുടെ എനർജി. ഓക്കെ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥ, ശൂന്യതയാണ് ഇവിടെ കാണിക്കുന്നത്. ഫുൾ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ആരംഭിക്കുന്നത് തന്നെ ശൂന്യതയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് ചില തുടക്കങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇതിന്റെ സൂചന. ഓക്കെ, നിങ്ങളെ കൊണ്ട് ഇനി മുന്നോട്ട് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതിന് യാതൊരു വ്യക്തതയുമില്ല. എന്നാൽ പ്രപഞ്ചം അതിനു വേണ്ടിയിട്ട് തയ്യാറാകുന്നു. ഒരു സ്റ്റാർട്ടിങ് സംഭവിക്കുന്നു. ചില പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അവ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. മുമ്പിൽ ഇനി എന്താണ്, കുഴിയാണോ അതോ നേർപാതയാണോ എന്നൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ മൊത്തത്തിൽ ഇരുട്ട് നിറഞ്ഞതാകുന്നു. എങ്കിലും നിങ്ങൾ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നുള്ള ഒരു എനർജിയാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ തീരുമാനമെടുക്കുവാൻ ഒന്നും സാധിക്കാത്ത അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. മടിച്ചു നിൽക്കാതെ നിങ്ങൾ മുന്നോട്ട് ചുവട് വെക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. രണ്ട് സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഊർജത്തെ വലിച്ചു നീട്ടാതെ നിങ്ങൾ ഈ ഒരു സമയം സ്വസ്ഥമായി ചിന്തിക്കുകയും നിങ്ങളുടെ ചിന്തയും വികാരങ്ങളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് പ്രപഞ്ചം നിങ്ങൾക്ക് അഡ്വൈസ് നൽകുന്നത്. ഇത് നടപ്പിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഭൂമിക്കടിയിൽപ്പെട്ടിരിക്കുന്ന ഒരു വിത്തിനെ പോലെ ആ വിത്ത്, ഭൂമിക്കടിയിലുള്ള ഒരു വിത്ത് അന്ധകാരത്തിലാണ്, ശൂന്യതയിലാണ്, ഇരുട്ടിലാണ്. പക്ഷെ ആ ഒരു സമയം അതിന്റെ ജീവിതത്തിന്റെ ചില ഗ്രോത്തിനുള്ള തയ്യാറെടുപ്പിനുള്ള ഒരു സമയത്തിലാണ് അത് നിൽക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സമാധാനം. ആ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫലം കായ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അല്ലാതെ ഒരുപാട് നെഗറ്റീവും വിഷമങ്ങളും കണ്ണുനീരുമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ കായ്ക്കുന്നതായിട്ടുള്ള ഫലങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളും പ്രപഞ്ചവുമായിട്ട് ഇണചേർന്ന് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെയും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് വളരെ വലിയ ഒരു ചേഞ്ച് ആണ് വരുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ലക്ക് എനർജിയിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് ഇതിലൂടെ പറയുന്നത്. 10 നമ്പറാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിന്റെ ഒരു സൈക്കിൾ അവസാനിച്ചുകൊണ്ട് കാര്യത്തിന്റെ തുടക്കത്തെയാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ട് ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്